ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഒരു സംശയമാണ് യൂണിവേഴ്സിറ്റി LGS ലാസ്റ്റ് ഗ്രേഡ് 7 എന്നുള്ള പോസ്റ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമ്മൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് തവണ, അതായത് നമ്മളുടെ കഴിഞ്ഞ തവണത്തെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന് ഒരുപാട് പേര് എക്സാംസ് എഴുതി. അപ്പം അതിൽ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ലിസ്റ്റ് തന്നെ നമ്മളുടെ റദ്ദാക്കുകയാണ് ചെയ്തത്. ഒരുപാട് പേർക്ക് നമ്മളുടെ ഈ പറയുന്ന പോലെ അവസരം നഷ്ടമായ ഒരു ഇതായിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന്റെ എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് വരാൻ സാധ്യതയുണ്ടോ? കാരണം ഇപ്പോൾ ഓൾറെഡി നമുക്ക് കോർട്ടിലേക്ക് ഇതിൻ്റെ ഇത് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും സ്റ്റിൽ നടക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ തന്നെ ഒരുപാട് പേരും ഏജ് ഓവറായി പോയവരുണ്ട് ഈ ടൈം നോക്കുമ്പോൾ. ഓൾറെഡി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ. 697/2022 നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ. നമ്മുടെ ഇതിലെ ക്വാളിഫിക്കേഷൻ വരുന്നത് 7th പാസ് എന്നായിരുന്നു. കൂടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിഗ്രി പാസ്സാകാത്തവർ, അതായത് ഡിഗ്രി പഠിച്ചവരായിക്കോട്ടെ, പക്ഷെ അതുപോലെ തന്നെ പാസ്സാകാൻ പാടില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാം എഴുതാൻ പറ്റും. പക്ഷെ നമ്മുടെ കയ്യിൽ ജയിച്ചൊരു സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ക്വാളിഫൈഡ് അല്ല എന്നാണ് നമ്മളുടെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിരുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തന്നെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയപ്പോൾ തന്നെ കുറേ പാളിച്ചകൾ അവിടെ തന്നെ സംഭവിച്ചിരുന്നു. അതെല്ലാം കൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഈ ഒരു ലിസ്റ്റിൽ റദ്ദാക്കാനുള്ള കാരണമൊക്കെ ആയിട്ട് വന്നത്. ഇതിന്റെ പ്രിലിംസ് പ്ലസ് മെയിൻസ് ആയിരുന്നു. പ്രിലിംസിന്റെ ഏകദേശം 2023 അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത്. 2024 നമ്മുടെ മെയിൻസിന്റെ ഇതൊക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ഈ പറയുന്ന ഒരുപാട് പേരുടെ അവസരം നഷ്ടമായി പോയത്. കാരണം ആ സമയത്ത് തന്നെ ഒരുപാട് പേര് ഏജ് ഓവർ ആകാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാലോ, നമ്മുടെ ഏജ് എന്ന് പറയുന്നത് 18 to 36 ആണ് PSC പറയുന്ന ഏജ് ലിമിറ്റ് എങ്കിൽ പോലും OBC കാറ്റഗറി ആയിക്കോട്ടെ, SC ST കാറ്റഗറിക്ക് ആയിക്കോട്ടെ, എല്ലാവരുടെയും തന്നെ നല്ലൊരു ചാൻസ് നഷ്ടപ്പെടുത്തിയ ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു കഴിഞ്ഞ തവണത്തെ നമ്മളുടെ LGS യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ നമ്മളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 81 മാർക്കായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ സമയത്ത് അത്രയും പേര് എക്സാംസ് എഴുതി ഈ ഒരു ലെവലിലായിരുന്നു കട്ട് ഓഫ് വരെ വന്നിരുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കുള്ളതാണ് നമുക്ക് വന്നിരുന്നത്. അതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇത്രയും അടുത്തോളം നമുക്കിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾക്ക് ഇത്രയും നമ്മളുടെ വാക്കൻസീസ് MG യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി അല്ലെ, ഈ പറയുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയിലായിരിക്കണം നമുക്ക് ഇത്രയും വാക്കൻസി വരുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം താൽക്കാലിക ജീവനക്കാരായിരുന്നു ഇതിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഇതാണ് മെയിനായിട്ട് വരുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പേര് എക്സാം എഴുതി ക്വാളിഫൈ ആയി വന്നപ്പോഴേക്കും നമുക്ക് ഈ ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് വന്നപ്പോഴേക്കും ഈ പറയുന്ന ഈ നമ്പർ ഓഫ് ആൾക്കാരുടെ ജോലി നഷ്ടമാക്കേണ്ട ഒരു അവസരമായി മാറി. ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്ന പഠിച്ച് ആ ഒരു ലെവലിലേക്ക് മാറി ഞാൻ യൂണിവേഴ്സിറ്റി LGS. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ പോലെയല്ല, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലേക്ക് വരെ നമുക്ക് പ്രൊമോഷൻ എത്താൻ പറ്റുന്ന ഒരു ജോലിയായിരുന്നു നമ്മളുടെ LGS എന്ന് പറയുന്നത്. പെട്ടെന്നായിരുന്നു ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകളൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിൽ ഈ ഒരു വീഴ്ചയാണ് സംഭവിച്ചത്. അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് നമുക്ക് ചേഞ്ച് ആവണം മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൊണ്ടാകാം, അതുപോലെ പഠിച്ചവർക്കല്ല ഒരു താൽക്കാലിക ജീവനക്കാർ. നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ താൽക്കാലിക ജീവനക്കാരാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പിന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നമ്മളുടെ ഈ ജോലിയിലേക്ക് പ്രവേശിച്ച ആളുകളും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നോക്കുമ്പോൾ ഇനി ഒരു പാളിച്ച വരാതെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ, കാരണം ഈ ഒരു 2024 നമ്മുടെ നോട്ടിഫിക്കേഷൻ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ കാലാവധിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ വർഷം അവസാനത്തോടു കൂടി നമുക്ക് നല്ലൊരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന പോലെ 2026 നിരവധി എക്സാംസ് നമുക്ക് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ കൂട്ടുന്ന ഒരു എക്സാം കൂടിയാണ് നമ്മളുടെ യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്നത്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ്. ഇപ്പൊ നമ്മളുടെ കമ്പനി ബോർഡ് LGS ഉണ്ട്, അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ്, പിന്നെ SBCID, CAT, നിരവധി എക്സാംസ് വന്നു. എന്നിരുന്നാലും
LGSനെ കുറിച്ച് ഒരു അറിവ് നമുക്ക് വന്നിട്ടില്ല. സ്റ്റിൽ ഇതുവരെയും അതിനെക്കുറിച്ച് ഒരു വാർത്തയോ ഒന്നും തന്നെ നമുക്ക് ഒന്നും വന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഈ വർഷം അവസാനത്തോടു കൂടി, അതായത് 2027 നഷ്ടമായ, അതായത് നമ്മളുടെ ആ ഒരു ഏജ് നഷ്ടമായ ആൾക്കാർക്ക്, ആ ഒരു സമയത്ത് വരെ നമ്മുടെ ഏജ് ഓവറായി പോയ ആൾക്കാരെയും കൂടി ഉൾക്കൊള്ളിച്ച് നല്ലൊരു രീതിയിലുള്ള ഒരു എക്സാം ആയിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വർഷം അവസാനത്തോടു കൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നമ്മുടെ 2027 പകുതിയോട് കൂടി നമുക്ക് എന്താണ് എക്സാം നടക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന എല്ലാ എക്സാംസിന്റെ കൂടെ തന്നെ നിങ്ങളുടെ LGS പ്രിപ്പറേഷനും കൂടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. LGS ആയിക്കോട്ടെ, LDS ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, ഏതാണെന്നുണ്ടെങ്കിലും മിക്ക നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സിലബസ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുന്നതാണ്, യാതൊരു മാറ്റവും വരുന്നില്ല. ആകെ ഡിഗ്രി പ്രിലിംസിനാണ് ഈ പറയുന്ന പോലെ എന്താണ് കുറച്ചും കൂടി വ്യത്യാസങ്ങളും സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്താണ് ഒരു 10th ലെവൽ എക്സാം പഠിക്കുന്ന എല്ലാവർക്കും എന്താണ് LGS ഒക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന ടൈം, ഓരോ ടൈം പീരീഡ് എന്ന് പറയുന്ന ഓരോ നോട്ടിഫിക്കേഷൻ ഉള്ളതാണ്. ആ ഓരോ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. അപ്പൊ ഇനി വരാൻ പോകുന്നത് നമ്മുടെ നല്ല കാലങ്ങളാണ്, നല്ലൊരു ചേഞ്ചാണ് നമുക്ക് വരുന്നത്. ആ ഒരു ചേഞ്ചിൽ നമുക്ക് ഈ LGSഉം കൂടി നമുക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താണ്, ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ മിൻ PSC വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പുതിയൊരു ബാച്ച് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് മിൻ PSC എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിന്നാണ് നമുക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് ഈ കോഴ്സൊക്കെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. നമുക്ക് LDC, അതായത് ബെപ്കോ LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, പിന്നെന്താണ് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസ്, ഇപ്പം ഈ പറയുന്ന നമ്മളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ എക്സാം, പിന്നെ CAT, SBCD, നിരവധി എക്സാമിന്റെ എല്ലാ കോഴ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നല്ല മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ മിസ്സുമാർ ഇവിടെ തരുന്നതാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ, ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ, പല പല കേസും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇത് വരുന്നു പോകുന്നുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്നവരാണ്, നമ്മളിത് സ്വപ്നം കാണുന്നവരാണ്. അപ്പൊ ആ സ്വപ്നം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ അതെല്ലാവരും നിൽക്കട്ടെ. ഇനി നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് വരാൻ പോകുന്നതെന്ന് ഓർത്ത് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.